ഹായ് ഇസ് മീ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈറ്റ് ഡബ്ല്യൂഡി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ആയി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് മുണ്ടക്കയം സ്പെഷ്യാലിറ്റീസ്, മുണ്ടക്കയത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് മുണ്ടക്കയം എന്നത്. ഇതൊരു ഗ്രാമപഞ്ചായത്താണ്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 54 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 38,472 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലാണ് മുണ്ടക്കയം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗേറ്റ് വേ ഓഫ് ഹൈറേഞ്ചിൻ്റെ വാതിൽ എന്ന് അറിയപ്പെടുന്നു. ഗേറ്റ് വേ ഓഫ് ഹൈറേഞ്ച് എന്നറിയപ്പെടുന്നു. കാരണം ഹൈറേഞ്ചിൻ്റെ മലനിരകൾ ഇറങ്ങി വരുന്നത് മുണ്ടക്കയത്തിലേക്കാണ്. കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മണിമലയാറിൻ്റെ തീരത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. മനോഹരമായ മണിമലയാറിൻ്റെ തീരത്താണ് മുണ്ടക്കയം സ്ഥിതി ചെയ്യുന്നത്. മുണ്ടക്കയത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ മുണ്ടക്കയത്തിന് ഈ പേര് വരുവാനായിട്ടുള്ള കാരണം മണിമലയാറിൻ്റെ തീരത്ത് കണ്ടിരുന്ന മുണ്ടക്കയങ്ങളിൽ നിന്നുമാണ് ഈ പട്ടണത്തിന് ഈ മുണ്ടക്കയം എന്ന പേര് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. മനോഹരമായ റബ്ബർ തോട്ടങ്ങളും പച്ചപ്പും നിറഞ്ഞ മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൊന്നാണ് മുണ്ടക്കയം എന്നത്. റബ്ബർ തോട്ടങ്ങൾ, അതായത് ബ്രിട്ടീഷുകാരാണ് ഇവിടെ റബ്ബർ തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചത്. 1930കളിൽ ബ്രിട്ടീഷുകാരനായ ജെ മർഫിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ റബ്ബർ തോട്ടം കൊണ്ടുവന്നത് 1930കളിൽ. അതോടൊപ്പം പാർത്ഥസാരഥി ദേവീക്ഷേത്രം, സെൻറ്റ് ആൻഡീസ് ചർച്ച് എന്നിങ്ങനെ ഉള്ള പ്രധാന ആരാധനാലയങ്ങളും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. അതോടൊപ്പം പൈങ്ങണയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചർച്ച്, അതായത് മനോഹരമായ റബ്ബർ തോട്ടങ്ങൾക്കിടയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അത് മനോഹരമായ ഒരു കാഴ്ചയാണ്. അവിടെ ചെന്നാൽ മുണ്ടക്കയത്തിൽ നിന്ന് കാണാൻ സാധിക്കും. പൈങ്ങണയിൽ ചെന്നാൽ കാണുവാൻ സാധിക്കും ആ ഒരു പള്ളി മനോഹരമായ റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത്. സ്റ്റെപ്പ് ഇറങ്ങി വേണം അങ്ങോട്ട് പോകാനായിട്ട്. അതും മനോഹരമായൊരു കാഴ്ചയാണ്. അതോടൊപ്പം ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച പാലം കേക്കറോഡിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് കോട്ടയം കുമളി റോഡിൽ സ്ഥിതി ചെയ്യുന്ന മണിമലയാറിന് കുറുകെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചൊരു പാലം, ഇടുക്കി കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു പാലം, അതും മറ്റൊരു പ്രത്യേകതയാണ്. വിനോദസഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണത് എന്ന് മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. മുണ്ടക്കയത്തിൻ്റെ കുമളിയിൽ നിന്നും ഏകദേശം 55 കിലോമീറ്ററും കോട്ടയത്ത് നിന്നും ഏകദേശം 2 കിലോമീറ്ററും, പാലായിൽ നിന്നും 34 കിലോമീറ്ററും, കുട്ടിക്കാനത്ത് നിന്നും 21 കിലോമീറ്ററും, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും 15 കിലോമീറ്ററും, എരുമേലിയിൽ നിന്നും 12 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള മുണ്ടക്കയത്തേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. ലോക്സഭാ മണ്ഡലം പത്തനംതിട്ടയുടെ കീഴിലാണ് മുണ്ടക്കയം വരുന്നതെന്നത് മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയുന്നത്. ഇവിടുത്തെ വാഹന രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത് KL 34 ആണ്. മുണ്ടക്കയം മനോഹരമായ റബ്ബർ തോട്ടങ്ങൾ കൊണ്ടും മനോഹരമായ പച്ചപ്പ് കൊണ്ടും മണിമലയാറിൻ്റെ സാമീപ്യം കൊണ്ടുമെല്ലാം വളരെയധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു കോട്ടയത്തെ തന്നെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നാണ്. കോട്ടയം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നാണ് മുണ്ടക്കയം എന്നത്. പ്രത്യേകിച്ച് ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തി ആയതുകൊണ്ട് തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.